വള്ളിക്കീഴ് ശ്രീ ഭഗവതി ക്ഷേത്രം പഴയ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ദേവീക്ഷേത്രമാണ്. ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് മീനഭരണിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പാലോട്ട് പുത്തംവെട്ടിക്കാവെന്നുള്ള അവിടെ ഇരുന്ന ദേവി ശക്തി വർദ്ധിച്ച് ഇവിടെ വള്ളിക്കീഴ് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തിയതാണ്. ഈ നാടിൻ്റെ പരദേവതയാണ് ഈ അമ്പലത്തിൽ കുടികൊള്ളുന്നത്. നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ മീനഭരണി മഹോത്സവമാണ്. അതുകൂടാതെ ദിവസം കൊണ്ട ഭാഗത്തുനിന്ന് കുംഭഭരണി മഹോത്സവം വള്ളിക്കീഴ് ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. പിന്നെ വള്ളിക്കീഴ് ക്ഷേത്രത്തിൽ 3 കലശങ്ങൾ നടക്കുന്നുണ്ട്. 45 ഉള്ള കലശം നടക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാ മാസവും 1-ാം തീയതി കഞ്ഞി നടക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ നവാഹം എല്ലാ വർഷവും ഡിസംബർ 20-ാം തീയതി തുടങ്ങി 29-ാം തീയതി നമ്മുടെ മണ്ഡലച്ചെറുപ്പിനോടനുബന്ധിച്ച് തന്നെ നവാഹ യജ്ഞം നടക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ഷേത്രം തന്ത്രി എന്ന് പറയുന്നത് അടിമുറ്റത്തോടം സുകുമാര ഭട്ടതിരിപ്പാടാണ്. പിന്നെ ഇവിടെ നമ്മുടെ ശക്തിവളർ ക്ഷേത്രമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ക്ഷേത്രമാണ് വള്ളിക്കീഴ് ക്ഷേത്രം. ശക്തിവളരുടെ ഉത്സവത്തിൻ്റെ സമാപനം കുറിക്കുന്നത് വള്ളിക്കീഴ് ക്ഷേത്രത്തിലാണ്. അതായത് നമ്മുടെ ശബരിമലയിൽ കൊടിക്കൂറ കൊണ്ടുവന്നത് ശക്തിവളർ ക്ഷേത്രത്തിൽ. ആ ശക്തിവളർ ക്ഷേത്രത്തെ ഉത്സവത്തിൻ്റെ ആറാട്ട് കഴിഞ്ഞ് വള്ളിക്കീഴ് ക്ഷേത്രത്തിൽ വന്നു നിന്ന് പിന്നെ നെടുങ്കുതിരകളായാലും പിന്നെ ഫ്ലോട്ടുകളായാലും എല്ലാം വള്ളിക്കീഴ് ക്ഷേത്രത്തിലാണ് വന്ന് നിൽക്കുന്നത്. എറണാകുളത്ത് നമ്മുടെ തിരുവരാണിക്കുളം ക്ഷേത്രത്തിനടുത്ത് അകവൂർമനയിലാണ്. അവിടുന്ന് ദേവി ഇവിടെ വന്ന് പ്രതിഷ്ഠയായി എന്നുള്ളതാണ് സങ്കല്പം. അഭീഷ്ടവരദായിനിയാണ്. വിദ്യാപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ വളരെയധികം അനുഗ്രഹം ചൊരിയുന്ന ഒരു അമ്മയാണ് അകത്തിരിക്കുന്നത്. ഇവിടെ പലരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഈ മണ്ണിൽ കളിച്ചു വളർന്നത്. പിന്നെ ഇത്രയും വലിയ പ്രദേശവും പിന്നെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പം ഈ ആലിലകൾ തമ്മിൽ ഇലകൾ കൂട്ടി എറിയുന്നൊരു ശബ്ദമുണ്ട്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം വാഹനങ്ങളുടെ ബഹളവും അല്ലെങ്കിൽ ആൾക്കാരുടെ തിരക്കും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് കേൾക്കാം ആലിലകൾ കൂട്ടി എറിയുമ്പോൾ ആ ഒരു നമ്മളൊരു സാഹിത്യപരമായി പറഞ്ഞാൽ ആലിലകൾ നാമം ചൊല്ലുന്ന ഒരു അമ്പലമാണ്.